കാർത്തിക നക്ഷത്രക്കാർക്ക് 2026 ജൂൺ മാസത്തിലെ വ്യാഴമാറ്റത്തിലൂടെ എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നറിയാം. മേടക്കൂറിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഒരു സമയവും ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് കുറച്ച് പ്രതികൂലമായ ഒരു സമയവുമാണ് ഇതുവഴി ഉണ്ടാവുന്നത്. മേടക്കൂറിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ 4-ാം ഭാവത്തിലൂടെയും 5-ാം ഭാവത്തിലൂടെയും വ്യാഴം സഞ്ചരിക്കുന്ന കാലമാണ്. അശ്വതി ഭരണി നക്ഷത്രങ്ങൾക്ക് പറഞ്ഞതുപോലെ മാതാ സുഹൃത് മാതുല ഭാഗിനിയോ എന്ന പ്രമാണപ്രകാരമുള്ള 4-ാം ഭാവ ചിന്ത ചെയ്യുമ്പോൾ അമ്മ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, വീട്, വാഹനം, കൃഷിയിടം, ജലം, ശയനോപകരണങ്ങൾ എന്നിവയ്ക്കൊക്കെ ഐശ്വര്യവും മേൽപ്പറഞ്ഞവ കൊണ്ടുള്ള ഗുണങ്ങളും ഉണ്ടാവും. പ്രധാനമായും വീട്, വാഹനം എന്നിവയ്ക്കൊക്കെ യോഗമുള്ള സമയമാണ്. 5-ലെ വ്യാഴം മനസ്സുഖം ഉണ്ടാക്കും. നിങ്ങളുടെ മക്കൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യമുണ്ടാവുന്ന സമയമാണ്. ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ 3-ാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് കുറച്ച് മോശം ഫലങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ കലഹിക്കുവാനോ സഹോദരങ്ങളോട് കലഹിക്കുവാനോ സാധ്യതയുള്ള സമയമാണ്. കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ ദേഷ്യവും വാശിയുമുള്ള സ്വഭാവക്കാരായിട്ടാണ് കണ്ടുവരാറുള്ളത്. ആയതിനാൽ നിങ്ങളുടെ ദേഷ്യവും വാശിയുമൊക്കെ കുറച്ച് വളരെ സൗമ്യമായിട്ട് മാത്രം ആളുകളോട് ഇടപെടുക. അമിതമായ ധൈര്യപ്രകടനങ്ങളൊക്കെ ഒഴിവാക്കുക. വാഹനം കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കുക. ദുർബുദ്ധിയുടെ ഭാവമാണ് 3-ാം ഭാവം. ദുർബുദ്ധികളൊന്നും തോന്നാതെ സദ്ബുദ്ധി ഉദിക്കുവാൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ചില സഹായങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അതിലൊന്നും മനസ്സ് പതറാതെ സധൈര്യം മുന്നോട്ടു പോവുക. ഈശ്വര ചിന്തയിലും ഈശ്വര കാര്യങ്ങളിലുമൊക്കെ താല്പര്യം കുറയുന്ന സമയമാണ്. എന്നാൽ ഇതൊരു മോശ സമയമാണ് എന്ന് മനസ്സിലാക്കി ഈശ്വര ചിന്ത നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷശമനങ്ങൾക്കായിക്കൊണ്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, തുളസിമാല എന്നിവയും നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് ഇഷ്ട വഴിപാടും കഴിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക.